ഇനി പ്രയാഗ്രാജിലേക്കാണ്. അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുംഭമേളയുടെ ഭാഗമാകുന്നു, സ്നാനം ചെയ്യുക. पराजाभ्यो भयन्नाः पशुभ्यः विषवानिदेवसवितद्दुरितानि परशुभ जद्वदरन्तर्न अशुभ हरिः ॐ नमस्ते रुद्रमण्यव हुतोत इखवे नमः बाहुभ्यामुतते नमः जाते रुद्रशिवा तनूरघोरा पापकाशिनीतया नस्तन्वा सन्तमया गिरिसन्ताभिचाकसीः जामिखुङ्गिरिसन्तहस्ते बिभर्खस्तवे शिवाङ्गिरितरतां कुरुमा हि गुंसीः पुरुखं जगत शिवे नवचसा त्वागिरिसा च वदामसि यथा नः सर्वमिज्जगदा यच्मगुं सोमना असत अधियवोचदधिवक्ता प्रथमो दैव्यो भिखक अहिंश्च सर्वं भय सर्वासु जातु धान्यो धराचिः यतो यतः समीहसे ततो नो अभयं गुरो सण्डः कुरु प्रजाभ्यो भयन्नाः पशुभ्यः विषवा. പ്രയാഗ്രാജിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്നാനം ചെയ്യുകയാണ്. ഇന്ന് അദ്ദേഹം അങ്ങോട്ടേക്ക് എത്തുമെന്ന് നേരത്തെ തന്നെ വിവരങ്ങളുണ്ടായിരുന്നു. വലിയ ഒരുക്കങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പ്രധാനമന്ത്രി കുംഭമേളയിൽ പങ്കുകൊള്ളുന്നത്. നിലവിൽ തന്നെ 37 കോടിയിലേറെ ആളുകൾ ഇതുവരെ കുംഭമേളയിൽ പങ്കെടുത്തു കഴിഞ്ഞു. കേരളത്തിൽ നിന്നടക്കം ഒരുപാട് പേർ പോകുന്നുണ്ട്. നേരത്തെ വിമാനയാത്രാ നിരക്ക് വലിയ തോതിൽ കൂടിയതിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ ഇടപെട്ട് അതിൽ ഇളവ് വരുത്തിയിരുന്നു. വലിയ ഇപ്പോൾ നമ്മുടെ അരുൺ ഗോപി അടക്കമുള്ളവർ അവിടെ എത്തുകയും അവിടുത്തെ അനുഭവങ്ങളെക്കുറിച്ച് നമ്മളോട് പറയുകയും ചെയ്തു. വലിയ തിരക്കാണ്, കൈവിട്ടാൽ കാണാതായി പോകുന്ന അത്ര തരത്തിലുള്ള തിരക്കാണ്. പക്ഷേ അത്രയും തിരക്കിനെ പറ്റുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിനിടയിലാണ് ഒരു ദാരുണമായ സംഭവം ഉണ്ടായത്. 30 പേരുടെ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം പിന്നീട് കൂടുതൽ ശക്തമായ ക്രമീകരണങ്ങളോടെയാണ് കുംഭമേള പുരോഗമിക്കുന്നത്. ഈ മാസം 26-നാണ്, ശിവരാത്രി ദിനത്തിലാണ് കുംഭമേള അവസാനിക്കുക. പക്ഷേ നേരത്തെ പി ബസൻ സൂചിപ്പിച്ചിരുന്നു 10-20 ദിവസം കൂടി ഒരുപക്ഷെ ഇതിൻ്റെ ചടങ്ങുകൾ തുടരാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ തന്നെ ഒരു 40-45 കോടി ആളുകൾ അവിടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതിലേറെ ഒരുപക്ഷെ വരാനുള്ള സാധ്യത, പ്രത്യേകിച്ച് 10-ാം തീയതി ഏറ്റവും വിശേഷം ദിനമാണ്. പിന്നെ ഫെബ്രുവരി 26-നും, ആ 2 ദിനങ്ങളിൽ തന്നെ കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് എത്തിച്ചേരാനും ഇടയുണ്ട്. വലിയ തോതിൽ ഉത്തർപ്രദേശിൻ്റെ സാമ്പത്തിക രംഗത്തു കൂടി പ്രതിഫലനം ഉണ്ടാക്കുന്നതായി മാറുകയാണ് കുംഭമേള. പ്രധാനമന്ത്രി ഇപ്പോൾ ഏറ്റവും പവിത്രമായ പുണ്യ സ്നാനം നിർവഹിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ബസന്ത് വിവരങ്ങളുമായിട്ട്. ബസന്ത്, 1 മണിക്കൂറാണ് പ്രധാനമന്ത്രി അവിടെ ചെലവഴിക്കുക എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷമുള്ള മറ്റ് ആളുകൾക്ക് സ്നാനം നിർവഹിക്കാനുള്ള ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? ഇന്ന് മറ്റേതെങ്കിലും വിശിഷ്ടാതിഥികൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടോ? ദ്വിഷ വലിയ തോതിലുള്ള സുരക്ഷാ സന്നാഹങ്ങളാണ് എന്തായിരുന്നാലും പ്രയാഗ്രാജിൽ ഒരുക്കിയിട്ടുള്ളത്. നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരമാണെങ്കിൽ 2 ദിവസം മുമ്പ് തന്നെ അവിടെ ഈ ടെൻറ്റുകളിലൊക്കെ ഉള്ള സന്യാസിമാരോടൊക്കെ തന്നെ, അല്ലെങ്കിൽ ഈ അറയിൽ ഘാട്ടിൻ്റെ അടുത്തുള്ള ത്രിവേണി സംഗമത്തിൻ്റെ അടുത്തുള്ള ടെൻറ്റുകളിൽ താമസിക്കുന്നവരോടൊക്കെ ഒഴിഞ്ഞു പോകാൻ പോലീസും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ പ്രത്യേക സുരക്ഷാ വലയവും ഒക്കെ തന്നെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇന്നലെ മെനിഞ്ഞാന്ന് ഒഴിഞ്ഞു പോയ ശേഷം നാളെ വന്നാൽ മതി എന്നുള്ള തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല പൊതുജനങ്ങൾക്ക് വലിയ തടസ്സമില്ല. കാരണം 41 ഘാട്ടുകളിൽ സ്നാനത്തിനുള്ള സൗകര്യമുണ്ട്. ത്രിവേണി സംഗമത്തിൽ മാത്രമാണ് ഇപ്പോൾ ചില സുരക്ഷാ സംവിധാനങ്ങളൊക്കെ തന്നെ ഉള്ളത്. നമുക്ക് കാണാം, ആ ദൃശ്യങ്ങളിൽ തന്നെ വലിയ തോതിൽ ജനങ്ങൾ കരകളിൽ എത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രിയെ കാണാനും. അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞ ശേഷം അവിടെ സ്നാനത്തിനുമായി നിരവധി പേർ എത്തുന്നുണ്ട്. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ തന്നെ ലക്ഷക്കണക്കിന് പേർ അവിടെ ഇപ്പോൾ തന്നെ തടിച്ചു കൂടിയിട്ടുണ്ട് വിവിധ ഘാട്ടുകളിലായിട്ട്. പ്രധാനമന്ത്രിയുടെ ചടങ്ങുകൾ 1 മണിക്കൂർ മാത്രമാണുള്ളത്. 1 മണിക്കൂർ കൊണ്ട് അദ്ദേഹം പുണ്യസ്നാനം നടത്തുന്നു. അതോടൊപ്പം തന്നെ ഗംഗാമായ്ക്കുള്ള പൂജകളിൽ പങ്കെടുത്ത ശേഷം അദ്ദേഹം മടങ്ങും എന്നുള്ളതാണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ ഇനി 2 സ്നാനങ്ങൾ കൂടി ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞാൽ 26-ഓടുകൂടി കുംഭമേള അവസാനിക്കേണ്ടതാണ്. പക്ഷേ മാർച്ച് 6 വരെ ഇതിൻ്റെ ചടങ്ങുകൾ തുടരുകയും ചെയ്യും. നാഗസന്യാസിമാരൊക്കെ തന്നെ മടങ്ങിപ്പോയിട്ടുണ്ട്. പ്രധാന അമൃസ്നായി 2ാമത്തെ സ്നാനം
അമൃത് സ്നാനം കഴിഞ്ഞ ശേഷം ബാക്കിയുള്ളവർ ഇപ്പോഴും തുടരുന്നുണ്ട്. ഇവരോടൊക്കെയാണ് പലരോടും ഒഴിയാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ചെറിയ തോതിലുള്ള സന്നാഹങ്ങൾ, സംവിധാനങ്ങൾ അവർ ഈ ടെൻറ്റുകൾ നിലനിർത്തി പൂർണ്ണമായും വലിയ തോതിലുള്ള ആൾക്കാരെയൊക്കെ അവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ടിട്ട്. ഈ അറയിൽ ഘാട്ട് എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇതിൻ്റെ മറുഭാഗമാണ്. ഒരു ത്രിവേണി ഈ സംഗമത്തിൻ്റെ മറ്റൊരു ഭാഗത്താണ് ഈ അറയിൽ ഘാട്ട് വരുന്നത്. അവിടെ നിന്നാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ത്രിവേണി സംഗമത്തിലേക്ക് എത്തിയിട്ടുമുള്ളത്.